Molecular Basis of Inheritance, Part 3, Central Dogma and DNA Replication. Focus points in the discussion like വീണ്ടും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. One is central dogma and other is DNA replication. What do you mean by central dogma? Central dogma എന്ന് പറയുമ്പോൾ it is the central principle behind protein synthesis. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതിലെ ആ ഒരു അടിസ്ഥാന തത്വമാണ് യഥാർത്ഥത്തിൽ സെൻട്രൽ ഡോഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെൻട്രൽ ഡോഗ്മ അത് പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. According to this central dogma, you can say that the genetic information present in DNA, it will pass on to RNA. DNAയിൽ നിന്ന് ജനറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് RNAയിലേക്കായിരിക്കും. RNAയിൽ നിന്ന് ആ ജനറ്റിക് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് പ്രോട്ടീൻ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇപ്രകാരമാണ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്. ഐ റിപ്പീറ്റ്, ജനറ്റിക് ഇൻഫർമേഷൻ വിൽ ഫ്ലോ ഫ്രം DNA to RNA and from RNA to a protein. So this kind of flow of genetic information is known as central dogma. ഇതാണ് സെൻട്രൽ പ്രിൻസിപ്പിൾ അഥവാ സെൻട്രൽ ഡോഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് സെൻട്രൽ ഡോഗ്മ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. കൃത്യമായി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ്. അതായത് DNA നിങ്ങൾക്കറിയാം, DNAയിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് mRNA ഫോം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNAയിൽ നിന്ന് mRNA ഫോം ചെയ്യുന്ന ആ സ്റ്റെപ്പിന്റെ പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി mRNAയിലുള്ള ആ ജനറ്റിക് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഫോം ചെയ്യും. mRNAയിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻ ഫോം ചെയ്യുന്ന ആ സ്റ്റെപ്പിനെ എന്താണ് പേര് പറയാം? ദാറ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ mRNAയിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് പ്രോട്ടീൻ ഫോം ചെയ്യുന്നു. അതാണ് ട്രാൻസ്ലേഷൻ എന്ന സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഇതുകൂടാതെ DNAക്ക് സെൽഫ് റെപ്ലിക്കേഷനുള്ള കഴിവുണ്ട്. DNAക്ക് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ പ്രോസസ്സിനെ DNAയിൽ നിന്ന് DNA ഉണ്ടാകുന്ന, DNAയിൽ നിന്ന് കോപ്പീസ് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ, DNA റെപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ സെൻട്രൽ ഡോഗ്മയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. വൺ ഈസ് DNA റെപ്ലിക്കേഷൻ, ദെൻ ദർ ഈസ് ട്രാൻസ്ക്രിപ്ഷൻ, ദെൻ ട്രാൻസ്ലേഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് സെൻട്രൽ ഡോഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ പലപ്പോഴും ഈ റെപ്രസെൻറ്റേഷൻ, സെൻട്രൽ ഡോഗ്മയുടെ ഈ റെപ്രസെൻറ്റേഷൻ നിങ്ങളോട് ചോദിക്കും. അത് നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ഒരു കാര്യം, നിങ്ങൾക്കറിയാം ചില വൈറസുകൾക്ക് RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസുകൾക്ക് അവ DNA ഫോം ചെയ്യും. RNAയിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു DNA അവർ സിന്തസൈസ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു പ്രക്രിയ, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ആരിലാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്? Viruses having RNA as a genetic material. Viruses having RNA as a genetic material, you can see they form a DNA from RNA. RNA to DNA അങ്ങനെ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ പേരെന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുക. ഇവിടെ ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈം വേണം. അതിൻ്റെ പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന എൻസൈം ഉപയോഗിച്ചുകൊണ്ടാണ് RNAയിൽ നിന്ന് DNA ഫോം ചെയ്യുന്നത്. ക്ലിയർ? അടുത്തതായി റെപ്ലിക്കേഷനെ കുറിച്ച് നാം കൂടുതലായി പഠിക്കുന്നു. നിങ്ങൾക്കറിയാം, റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? റെപ്ലിക്കേഷൻ ഈസ് ദ കോപ്പിംഗ് ഓഫ് DNA കോപ്പി ചെയ്യുന്ന മെക്കാനിസത്തെ പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ. സോ പാരന്റൽ DNAയിൽ നിന്ന് കോപ്പീസ് ഫോം ചെയ്യുന്ന ആ മെക്കാനിസത്തെ പറയുന്ന പേരാണ് DNA റെപ്ലിക്കേഷൻ. എപ്പോഴും DNA റെപ്ലിക്കേഷൻ നടക്കുവാൻ വേണ്ടി പാരന്റൽ DNA, ആ ഹെലിക്കലി കോയിൽഡ് ആയിട്ടുള്ള ആ രണ്ട് സ്ട്രാൻഡ്സ് ഉള്ള ആ പാരന്റൽ DNA സെപ്പറേറ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ അവയ്ക്കിടയിലുള്ള ഹൈഡ്രജൻ ബോൺസ് ബ്രേക്ക് ചെയ്യപ്പെടണം. അപ്പോൾ ഹൈഡ്രജൻ ബോൺസ് ബ്രേക്ക് ചെയ്യണം, ആ കോയിലിംഗ് മാറണം, അതായത് അൺകോയിൽ ചെയ്യപ്പെടണം. അപ്പോൾ DNA അൺകോയിൽ ചെയ്യുന്നു, അവയ്ക്കിടയിലുള്ള ആ DNA സ്ട്രാൻഡ്സിനിടയിലുള്ള ഹൈഡ്രജൻ ബോൺസ് എല്ലാം ബ്രേക്ക് ചെയ്യുന്നു. തുടർന്ന് ഓരോ സ്ട്രാൻഡും, DNAയിലുള്ള ഓരോ പാരന്റൽ സ്ട്രാൻഡ്സും
ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാണ്. എന്താണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഓരോ DNA-യിലുള്ള ഈ പാരൻ്റൽ സ്ട്രാൻഡും അവ ഒരു പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുമ്പോൾ അത് ടെംപ്ലേറ്റിന് കോംപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് പാരൻ്റൽ DNA-യുടെ ആ ഒരു സിംഗിൾ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു പുതിയ സ്ട്രാൻഡ് ആയിരിക്കും അവിടെ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ രണ്ട് സ്ട്രാൻഡ്സും അവിടെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡ്യൂറിങ് DNA replication ബോത്ത് ദ പാരൻ്റൽ സ്ട്രാൻഡ്സ് വിൽ ആക്ട് ആസ് ടെംപ്ലേറ്റ്. രണ്ട് പാരൻ്റൽ സ്ട്രാൻഡ്സും അവിടെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. അതായത് ഇവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നത് സെമി കൺസർവേറ്റീവ് ആയിട്ടാണ്. എന്താണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് when new DNA strands are produced by DNA replication, DNA replicationൽ പുതിയ സ്ട്രാൻഡ്സ് സിന്തസൈസ് ചെയ്യുമ്പോൾ, അതായത് ഒരു പുതിയ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ ഒരു സ്ട്രാൻഡ് പാരൻ്റലും മറ്റേത് ന്യൂലി സിന്തസൈസ്ഡ് DNA സ്ട്രാൻഡും ആയിരിക്കും. അപ്പോൾ എപ്പോഴും പാരൻ്റൽ സ്ട്രാൻഡ് കൺസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരൻ്റൽ സ്ട്രാൻഡ്സ് കൺസർവ് ചെയ്യുന്ന രീതിയിൽ ഒരു സെമി കൺസർവേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ സ്കീം അനുസരിച്ചാണ് ഇവിടെ റെപ്ലിക്കേഷൻ തുടർന്നു കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇവിടെ നോക്കൂ, ഈ പാരൻ്റൽ സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ബ്ലൂ കളറാണ് പാരൻ്റൽ സ്ട്രാൻഡ്സിന് കൊടുത്തിരിക്കുന്നത്. അവ സെപ്പറേറ്റ് ചെയ്തു. പുതിയതായി സിന്തസൈസ് ചെയ്ത സ്ട്രാൻഡ്സ് എല്ലാം യെല്ലോ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ DNA-യിൽ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് പാരൻ്റൽ ആണ്. ആ പാരൻ്റൽ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തു. അത് അവിടെ കൺസർവ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ആ ബ്ലൂ കളറിലുള്ള ആ സ്ട്രാൻഡ് പാരൻ്റൽ അഥവാ ടെംപ്ലേറ്റ് അത് കൺസർവ് ചെയ്യപ്പെട്ടു. പുതിയതായി ഒരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു. യെല്ലോ കളറിലുള്ളതാണ് പുതിയതായി സിന്തസൈസ് ചെയ്തതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവിടെ ഇത്തരത്തിൽ പാരൻ്റൽ സ്ട്രാൻഡ്സ് കൺസർവ് ചെയ്യുന്നു. അതായത് ഈ DNA സെപ്പറേറ്റ് ചെയ്യും, അല്ലേ, പുതിയതായി സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും DNA-യിലുള്ള റെപ്ലിക്കേഷൻ നടക്കുന്നത് സെമി കൺസർവേറ്റീവ് മെത്തേഡ് അനുസരിച്ചാണ്. അതായത് ഇവിടെ സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഓരോ സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ പുതിയതായി ഉണ്ടാകുന്ന DNA-യിൽ വൺ ഈസ് പാരൻ്റൽ ആൻഡ് അതർ ഈസ് ദ ന്യൂലി സിന്തസൈസ്ഡ് DNA. സോ പുതിയതായി ഉണ്ടാകുന്ന DNA-യിൽ DNA റെപ്ലിക്കേഷൻ വഴി പുതിയതായി ഉണ്ടാകുന്ന DNA-യിൽ വൺ ഓഫ് ദ സ്ട്രാൻഡ് വിൽ ബി പാരൻ്റൽ ആൻഡ് ദ അതർ സ്ട്രാൻഡ് വിൽ ബി ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് വിച്ച് ഈസ് കോംപ്ലിമെൻ്ററി ടു ദ ടെംപ്ലേറ്റ് ഓർ വിച്ച് ഈസ് കോംപ്ലിമെൻ്ററി ടു ദ പാരൻ്റൽ. So this is what is called semi-conservative scheme of replication. അപ്പോൾ സെമി കൺസർവേറ്റീവ് സ്കീം ഓഫ് റെപ്ലിക്കേഷൻ വഴിയാണ് ഇവിടെ DNA റെപ്ലിക്കേഷൻ തുടർന്നു കൊണ്ടുപോകുന്നത്. നമുക്കിനി അടുത്തതായി പഠിക്കാനുള്ളത് റെപ്ലിക്കേഷൻ ഫോർക്കിനെ കുറിച്ചാണ്. എന്താണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഒരു വൈ ഷേപ്പിലുള്ള ഒരു ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അതായത് ആദ്യം DNA റെപ്ലിക്കേഷനിൽ ഒരു അൺവൈൻഡിങ് ഓഫ് DNA മോളിക്യൂൾ നടക്കുന്നുണ്ട്, അല്ലേ? ഹെലിക്കേസ് എന്ന എൻസൈമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഏത് എൻസൈമാണ്? ഹെലിക്കേസ്. അപ്പോൾ ഹെലിക്കേസ് എന്ന എൻസൈമിൻ്റെ സഹായത്താൽ ആദ്യം DNA അൺവൈൻഡ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം അവിടെ ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുന്നു. റെപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുന്ന ആ പോർഷൻ, അതായത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് നമുക്ക് പറയാം, ORI. അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ആ റെപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുന്ന ആ DNA-യുടെ ആ ഒരു സീക്വൻസിൽ അവിടെ ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചറിന് രൂപം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചർ റെപ്ലിക്കേഷൻ നടക്കുന്നിടത്ത് ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ എന്താണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ അൺവൈൻഡിങ് ഓഫ് ദ DNA molecule at the point it will form a Y-shaped structure known as replication fork. Okay, ഇനി DNA dependent DNA polymerase, that is the enzyme which is required for DNA replication. DNA replication അത്യാവശ്യമായിട്ടുള്ള എൻസൈമിന്റെ പേരെന്താണ്? DNA dependent DNA polymerase. മറക്കരുത്. ഇതാണ് പുതിയ ന്യൂക്ലിയോടൈഡ്സ് പോളിമറൈസ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഡോട്ടർ സ്റ്റാൻഡ് അവിടെ സിന്തസൈസ് ചെയ്യുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എൻസൈമിന്റെ പേരെന്താണ്? DNA dependent DNA polymerase.
So many nucleotides, they will join with one another to the പ്രൈമർ സ്ട്രാൻഡ്. എപ്പോഴും ഒരു പ്രൈമർ ആദ്യം ഫോം ചെയ്യും കേട്ടോ. ഇവിടെ പ്രൈമേസ് എന്ന ഒരു എൻസൈമിൻ്റെ സഹായത്താൽ ആദ്യം ഒരു RNA പ്രൈമർ ഫോം ചെയ്യുന്നു. അതിനുശേഷമാണ് അവിടെ 5' to 3' ഡയറക്ഷനിൽ ഒരു പുതിയ പോളി ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്, ഒരു ന്യൂ സ്ട്രാൻഡ് അവിടെ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഏത് എൻസൈമാണ് ഇത്തരത്തിൽ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്? DNA സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. മറക്കരുത്. ഇനി തുടർന്ന് സംഭവിക്കുന്നത് ഇത്തരത്തിൽ ഒരു കണ്ടിന്യൂവസ് ആയിട്ടുള്ള ഒരു സിന്തസിസ് ഒരു സ്ട്രാൻഡിൽ നടക്കുന്നു, മറ്റേ സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂവസ് സിന്തസിസ് ആണ് നടക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും DNA റെപ്ലിക്കേഷനിൽ ഈ DNA സിന്തസിസ് നടക്കുന്നതിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഈ DNAയുടെ പോളിമറൈസേഷൻ നടക്കുന്നത് എപ്പോഴും 5' to 3' ഡയറക്ഷനിലാണ്. 5' to 3' ഡയറക്ഷനിലാണ്. അപ്പോൾ 5' to 3' ഡയറക്ഷനിൽ ഒരു കണ്ടിന്യൂവസ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ച് ഈ സ്ട്രാൻഡിൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഇവിടെയുള്ള സ്ട്രാൻഡ് 3' to 5' ആണ് അല്ലേ. അപ്പോൾ 3' to 5' ആയിട്ടുള്ള ആ ഒരു സ്ട്രാൻഡിൽ വളരെ എളുപ്പത്തിൽ 5' to 3' ഡയറക്ഷനിൽ അവിടെ ഒരു സ്ട്രാൻഡ് കണ്ടിന്യൂവസ് ആയിട്ട് സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാൻഡിന് നമ്മൾ പറയുന്ന പേര് ലീഡിങ് സ്ട്രാൻഡ് എന്നാണ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂവസ് സിന്തസിസ് ആണ്, അങ്ങനെ ഫോം ചെയ്യുന്ന ആ സ്ട്രാൻഡിനെ പറയുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ്. ലീഡിങ് സ്ട്രാൻഡ്. അപ്പോൾ ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ലീഡിങ് സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് കണ്ടിന്യൂവസ് ആയിട്ടാണ്. ഓക്കെ, ഏത് എൻസൈമിൻ്റെ സഹായത്താൽ? DNA ഡിപ്പെൻഡൻറ്റ് DNA polymerase. Now on the other strand you can see that it is a discontinuous synthesis. മറ്റേ സ്ട്രാൻഡിൽ അവിടെ ഡിസ്കണ്ടിന്യൂവസ് ആയിട്ടുള്ള സിന്തസിസ് ആണ് നടക്കുന്നത്. അതായത് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ഫോം ചെയ്തുകൊണ്ടാണ് അവിടെ സിന്തസിസ് നടക്കുന്നത്. കാരണം അവിടെ എപ്പോഴും ഈ റിപ്ലിക്കേഷൻ ഫോർക്ക് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ എപ്പോഴും സിന്തസിസ് നടക്കണമെങ്കിൽ അത് 5' to 3' ഡയറക്ഷനിൽ നടക്കണം അല്ലേ. അപ്പോൾ 5' to 3' ഡയറക്ഷനിൽ ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളായിട്ടാണ് അവിടെ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ അതർ സ്റ്റാൻഡിൽ അവിടെ ഡിസ്കണ്ടിന്യൂവസ് സിന്തസിസ് ആണ്. ഈ ഡിസ്കണ്ടിന്യൂവസ് സിന്തസിസിൽ നടക്കുന്ന ഫോം ചെയ്യുന്ന ആ ചെറിയ ഫ്രാഗ്മെൻറ്റ്സിനെ എന്താ പേര് പറയാം? ദാറ്റ് ഈസ് കോൾഡ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആണ് ഇവിടെ ഈ ഡിസ്കണ്ടിന്യൂവസ് സിന്തസിസിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് പിന്നീട് ഗ്ലൂ ചെയ്യപ്പെടണം, അവ പിന്നീട് ജോയിൻ ചെയ്യപ്പെടണം. ആ ജോയിനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് DNA ലിഗേസ് എന്ന എൻസൈമാണ്. അപ്പോൾ ഇത്തരത്തിൽ DNA ലിഗേസ് വഴി ഈ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം അവിടെ ജോയിൻ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ ഡിസ്കണ്ടിന്യൂവസ് ആയിട്ട് സിന്തസൈസ് ചെയ്ത ഈ സ്ട്രാൻഡിനെ പറയുന്ന പേരാണ് ലാഗിങ് സ്ട്രാൻഡ്. ദാറ്റ് ഈസ് കോൾഡ് ലാഗിങ് സ്ട്രാൻഡ്. അപ്പോൾ ഇവിടെ രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. വൺ ഈസ് എ ലീഡിംഗ് സ്ട്രാൻഡ് ആൻഡ് അതർ ഈസ് ദ ലാഗിംഗ് സ്ട്രാൻഡ്. Leading strand, it is formed by a continuous synthesis, whereas the lagging strand, it is formed by discontinuous synthesis. അപ്പോൾ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ DNA ലിഗേസിനെ കുറിച്ചും നന്നായി പഠിക്കുക. ഓക്കെ, ഇവിടെ ഓർക്കുക, ഞാൻ വീണ്ടും പറയുന്നു, ഏതെല്ലാം എൻസൈംസ് ആണ് ഇവിടെ DNA റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെലിക്കേസ്, DNA ഡിപ്പെൻഡൻറ്റ് DNA polymerase ആൻഡ് ഓൾസോ ലിഗേസ്. ഇതുകൂടാതെ പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി, അതായത് എപ്പോഴും DNA റെപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് പ്രൈമർ വന്ന് ബൈൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രൈമേഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടെ പ്രൈമേസ് എന്ന എൻസൈമും അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൈമേസ്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഏതെല്ലാം എൻസൈംസ് ആണ് അവിടെ ആവശ്യം? ഹെലിക്കേസ്, ഇറ്റ് ഈസ് ഫോർ അൺവൈൻഡിങ് ഓർ അൺകോയിലിംഗ് ദ DNA helix. Then DNA dependent DNA polymerase for synthesis of the new strand, and DNA ligase for gluing the Okazaki fragments, and another is primase for joining the primer. So these are the enzymes, important enzymes or machinery for DNA replication. അപ്പോൾ DNA replication വേണ്ടി ഈ എൻസൈംസ് എല്ലാം വേണം. മാത്രമല്ല പാരന്റൽ DNAയും വേണം. പാരന്റൽ DNA വേണമല്ലോ. പാരന്റൽ DNAയിൽ നിന്നാണല്ലോ പുതിയ ഒരു സ്ട്രാൻഡ് അവിടെ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാമാണ് മെഷീനറി ഓഫ് DNA റെപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ
ക്ലാസ്സിൽ നാം എടുത്തത് സെൻട്രൽ ഡോഗ്മ ആൻഡ് DNA റെപ്ലിക്കേഷൻ. പുതിയ ഒരു ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതുവരെ ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം സ്റ്റീഫൻ ക്ലാസ്സസ്.